അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ലിവർ ഡാമേജ് ആവാൻ അതൊരു ക്യാൻസറിലേക്കൊക്കെ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ടോ സർ? മെജോറിറ്റി ലിവർ ക്യാൻസർ 80% ഓഫ് ദ ലിവർ ക്യാൻസർ ഈ ഇപ്പോഴും നമുക്ക് സിറോസിസ് ആയിരിക്കും ആദ്യം സ്റ്റേജ്, അതിൽ നിന്നായിരിക്കും നമുക്ക് ലിവർ സിറോസിസ് ആവണമെന്നില്ല, ചിലവർക്ക് സിറോസിസ് ആവുന്ന സ്റ്റേജിനേക്കാളും മുമ്പേ തന്നെ കണ്ടെത്താം. സർ, നമ്മൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരാൻ ചാൻസസ് കൂടുതലാണോ സർ? ഹായ്, ഞാൻ നാസില. എൻ്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ വിവേക് രാജേന്ദ്രൻ, സീനിയർ കൺസൾട്ടൻറ്റ് സർജൻ, ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ ആണ്. വെൽക്കം സർ. സർ, നമ്മൾ ഇന്ന് സമൂഹത്തിൽ കുറേയധികം രോഗങ്ങളുള്ളതുപോലെ തന്നെ കുറേ പേരിൽ കണ്ടുവരുന്ന ഒന്നാണ് ലിവർ ക്യാൻസർ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ലിവറിൽ ക്യാൻസർ ഉണ്ടാകുന്ന ഇതിനുള്ള കാരണങ്ങൾ എന്താണ് സർ? ലിവർ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാ ക്യാൻസറും വെച്ച് നോക്കുമ്പോൾ 5th മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് ലിവർ ക്യാൻസർ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ മെജോറിറ്റി ലിവർ ക്യാൻസർ 80% ഓഫ് ദ ലിവർ ക്യാൻസർ ഈ സിറോസിസ് അല്ലെങ്കിൽ ക്രോണിക്കലി ഡാമേജ് ആയ ലിവറിലാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ബാക്കി 20% ഉള്ള ബാക്കി കേസ് മാത്രമേ ഈ നോർമൽ സിറോസിസ് അല്ലെങ്കിൽ ക്രോണിക്കലി ഡാമേജ് ആവാത്ത ലിവറിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ സിറോസിസ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഭാവിയിൽ ക്യാൻസറിലേക്ക് വരുന്നത്. കാരണം ഈ സിറോസിസ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഈ ക്രോണിക് ഈ സെല്ലിനുണ്ടാകുന്ന ഒരു സ്കാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നോർമൽ ലിവറിൽ സിറോസിസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പരിക്കേൽക്കുമ്പോൾ ഹീൽ ചെയ്യുമ്പോൾ സ്കാർ ഉണ്ടാവുമല്ലോ. ആ സ്കാർ ഉണ്ടാകുമ്പോൾ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അത് കാരണം ഈ സെൽ ഡാമേജ് ഉണ്ടാവുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. അതാണ് ഈ ലിവർ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ ആ സിറോസിസിൽ ഈ ഒരു ഇൻസിഡൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഈ 80% ഓഫ് ദ കേസസ് സിറോസിസിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിത് എത്രാമത്തെ സ്റ്റേജിലൊക്കെ അറിയാൻ പറ്റും? ബാക്കിയുള്ള അവയവങ്ങൾക്ക് ബാധിക്കുമ്പോൾ നമുക്ക് സ്റ്റേജ് 1 അങ്ങനെ പല സ്റ്റേജുകളിൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ ലിവറിലും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലിവർ ക്യാൻസറിന് സിംറ്റംസിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേജ് എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബാക്കിയുള്ള ക്യാൻസറിനെ വെച്ച് നോക്കുമ്പോൾ സിംറ്റംസ് ഒക്കെ വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കില്ല. ചിലവർക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല, ചിലവർക്ക് ചെറിയൊരു വയറുവേദന മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ഈ ആനുവൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു മുഴ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് ഏത് സ്റ്റേജിൽ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്റ്റ്ലി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ലിവർ ക്യാൻസറിനെ ആലോചിച്ചിടത്തോളം. ഓക്കെ, അപ്പം നമ്മളിപ്പം ആനുവൽ ചെക്കപ്പുകൾ നടത്തുമ്പോൾ ഒക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു ഇതൊന്ന് പറയാൻ പറ്റില്ല, എൻറ്റിറ്റി അല്ല ലിവർ ക്യാൻസർ. ഈ ആനുവൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് ചെക്കപ്പ് സിറോസിസ് ഉള്ളവരിൽ ഒരു ഡെഫിനറ്റ് റോൾ ഉണ്ട്. അവർക്ക് 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് എല്ലാവർക്കും റെക്കമെൻഡഡ് ആണ്. അൾട്രാസൗണ്ട് കൂടാതെ AFP എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. AFP എന്ന് പറയുമ്പോൾ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയും. അതൊരു ട്യൂമർ മാർക്കറാണ്. അപ്പോൾ ഈ 2 ടെസ്റ്റുകളിലും സിറോസിസ് ഉള്ള പേഷ്യൻസിന് എല്ലാ 6 മാസം കൂടുമ്പോഴും ചെയ്തു നോക്കാനായിട്ട് റെക്കമെൻഡഡ് ആണ്. അപ്പം ഈ ഒരു ഡെഫിനിറ്റ് സെറ്റ് ഓഫ് പോപ്പുലേഷനിൽ മാത്രമേ ഈ സ്ക്രീനിങ് എഫക്റ്റീവ് ഉള്ളൂ. അല്ലാതെ ജനറൽ പോപ്പുലേഷനിൽ ഇത് ചെയ്തിട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമ്മളിത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ലിവർ ക്യാൻസർ ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു മെഡിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ പ്രതിരോധിക്കാനുള്ള രീതികൾ എങ്ങനെയാണ് സർ? ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ലിവർ ക്യാൻസറിൻ്റെ ഡൗട്ട് ഉണ്ടാകുന്നു. ബേസിക്കലി ഇപ്പോൾ ലിവർ ക്യാൻസറിന് ഡൗട്ട് സ്ക്രീനിങ്ങിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പേഷ്യൻസ് OPയിൽ വരുന്നത് ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടായിരിക്കും. സാർ, നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിവറിൽ ഇത്ര സെന്റിമീറ്ററിന്റെ ഒരു മുഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മുമ്പോട്ട് എങ്ങനെയാണ്? അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പ്രൈമറി ലിവർ ക്യാൻസർ എന്നാണ് പറയുന്നത്, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. അപ്പൊ ഈ ക്യാൻസറിന് നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം 80% സിറോട്ടിക്സിലാണ് കണ്ടുവരുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് പേഷ്യന്റിന് സിറോസിസ് ഉണ്ടോ അല്ലെങ്കിൽ ലിവർ ഡാമേജ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണോ അല്ലയോ എന്നാണ് ഫസ്റ്റ് കണ്ടെത്തും. പിന്നെ അത് കൂടാതെ ഇപ്പൊ ലിവർ
ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എത്ര വലുതാണ്, ലിവറിലേക്ക് പോകുന്ന ബ്ലഡ് വെസലിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ, പിന്നെ അത് കൂടാതെ ലിവറിന് പുറത്ത് അബ്ഡമനകത്ത് എന്ന് പറഞ്ഞാൽ വയറിനകത്ത് വേറെ ഏതെങ്കിലും അവയവത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഇപ്പൊ CT സ്കാൻ അല്ലെങ്കിൽ MRI, പെറ്റ് സ്കാൻ അതിന്റെയൊക്കെ റോള് വരുന്നത്. ഓക്കെ സാർ. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവാൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണത് നമുക്ക് ഏർലി ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുമോ അതോ? ഇപ്പൊ കുട്ടികളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ അല്ല, ഹെപ്പറ്റോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ് കണ്ടുവരാറുള്ളത്. ഇപ്പോൾ എർലി ഡയഗ്നോസിസ് അല്ലെങ്കിൽ സ്ക്രീനിങ് ആയിട്ടില്ല, അറ്റ് ബർത്ത് എല്ലാവർക്കും ഒരു എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമുക്ക് യൂഷ്വലി കണ്ടുവരാൻ കഴിയില്ല. യൂഷ്വലി കുട്ടികളിൽ ഈ വീർത്ത് വരുന്ന വയറിനകത്ത് വെള്ളക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് യൂഷ്വലി 2-3 മാസം കഴിഞ്ഞ് കുട്ടികൾ പ്രസന്റ് ചെയ്യാറ്. അപ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്. അല്ല, സ്ക്രീനിങ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വളരെ അപൂർവമാണ് കുട്ടികൾ. ഓക്കെ സാർ. ഈ ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതൊരു ഓപ്ഷനാണോ സർ? അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അവർ പഴയ രീതിയിലേക്ക്, അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് എത്രത്തോളമാണ് സർ? ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് വൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു ക്യാൻസറിന് നമ്മൾ ആ ക്യാൻസറിനെ പൂർത്തിയായി ബോഡിയിൽ നിന്ന് മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ എടുത്തു മാറ്റുക എന്നുള്ളതായിരിക്കും. അപ്പം ബൈ ഓൾ മീൻസ് സർജറി ത്രൂ ആണ് അത് ബെസ്റ്റ് അച്ചീവബിൾ ഏതൊരു ക്യാൻസർ. അപ്പം നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ട്യൂമർ ആണെങ്കിൽ സർജറി ആയിരിക്കും അതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ഈ സിറോസിസ് ഉള്ളവരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ കണ്ടുവരുന്നത്. ഇപ്പോൾ സിറോസിസ് ഉള്ള ലിവർ നമുക്കൊരു ലിമിറ്റ്സ് ഉണ്ട് മുറിച്ച് മാറ്റാനായിട്ട്, കാരണം ലിവർ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ദർ ഇസ് എ ഡെഫിനറ്റീവ് റോൾ ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റ് ഇൻ സം ഓഫ് ദി കേസസ്. ഏർലി ആയിട്ടുള്ള കുറച്ച് ട്യൂമർസ് നമ്മൾ റെക്കമെൻഡേഷൻസ് ഉണ്ട്, ഇത്ര സൈസിനുള്ളിൽ എന്നുള്ളത്, ഇത്ര സൈസിനുള്ളിൽ ഇത്ര മുഴയേ പാടുള്ളൂ, മേജർ ബ്ലഡ് വെസലിൽ ഒന്നും ഇൻവോൾവ് ആയിരിക്കാൻ പാടില്ല, ലിവറിന് പുറത്ത് സ്പ്രെഡ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ക്രൈറ്റീരിയ വെച്ച് നമ്മൾ പേഷ്യൻസിനെ നന്നായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ലിവർ ട്രാൻസ്പ്ലാന്റിന് കിട്ടും. എന്ന് പറയുമ്പോൾ റിക്കറൻസ് ഫ്രീ സർവൈവൽ വെച്ച് നോക്കുമ്പോൾ ട്യൂമർ ഏതൊരു ഓൺകോ സർജറിയുടെയും പ്രിൻസിപ്പിളാണ് ഈ സർജറി കഴിഞ്ഞാൽ ക്യാൻസർ എത്ര പേർക്ക് തിരിച്ചു വരും. റിക്കറൻസ് ഫ്രീ സർവൈവൽ മാക്സിമം ട്രാൻസ്പ്ലാന്റിൽ നമ്മൾ 5 ഇയർ റിക്കറൻസ് ഫ്രീ എന്ന് പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞ് 80% ആൾക്കാർക്ക് ക്യാൻസർ ഇല്ലാതെ ജീവിക്കുന്നവർ നന്നായിട്ട് ഈ സെലക്ഷൻ ക്രൈറ്റീരിയ വെച്ച് പോവുകയാണെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. ഓക്കെ. എല്ലാവരിലും ഉള്ള ഡൗട്ടാണ്, ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഈ അസുഖം തിരിച്ചു വരുമോ, ഞങ്ങൾക്ക് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അത് ലിവർ ക്യാൻസറിന് മാത്രമല്ല, ഏതൊരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിളും അങ്ങനെയാണ്. തിരിച്ചു വരാനുള്ള റിസ്ക് ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു 5 ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏത് ട്രീറ്റ്മെന്റിലാണ് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവ് എന്ന് നോക്കി സെലക്ട് ചെയ്യുന്നു. പ്ലസ് അതിന്റെ റിസ്ക്കും ബെനിഫിറ്റും എത്രയാണ് അത് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഒരു ക്ലോസ് സെറ്റ് ഓഫ് പേഷ്യൻസ് നമ്മൾ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് നല്ലൊരു സക്സസ് റേറ്റ്, ഞാൻ ഈ പറഞ്ഞ നമ്പേഴ്സ് അച്ചീവബിൾ ആണ്, ആൻഡ് ദേ ഗെറ്റ് ബാക്ക് ടു നോർമൽ ലൈഫ്. ഓക്കെ സാർ. അപ്പോൾ നമുക്ക് പല തെറപ്പീസ് ഉണ്ട് ക്യാൻസറിന്. നമ്മൾ കീമോ ചെയ്യാറുണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെയാണോ സജസ്റ്റ് ചെയ്യുന്നത് പേഷ്യൻസിന് ഫസ്റ്റ്? അത് പറഞ്ഞ പോലെ ഇപ്പം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ സർജറി ഞാൻ പറഞ്ഞല്ലോ, സർജറിക്കാണ് ഏതൊരു ക്യാൻസറിനെയും കംപ്ലീറ്റ്ലി എടുത്തു മാറ്റാൻ പോസിബിൾ ആണ്, അതാണ് അതിന്റെ ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പക്ഷെ നമുക്ക് ചില കേസസിൽ സർജറി ഓഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പ് നമുക്ക് ഈ ട്യൂമറിനെ കുറിച്ച് കൂടുതൽ ഈ ബയോളജി, ട്യൂമർ ബയോളജി എന്ന് പറയും. എന്ന് പറയുമ്പോൾ ട്യൂമർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഈ ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു ട്യൂമറാണ്, ബാക്കിയുള്ള ക്യാൻസർസ് പോലെ അല്ല. അപ്പൊ ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ചില 2 സെന്റിമീറ്ററുള്ള ക്യാൻസർ പെട്ടെന്ന് സ്പ്രെഡ് ആവും, ചിലപ്പോൾ ഒരാൾക്ക് 10 സെന്റിമീറ്റർ ഉള്ള മുഴ കാണും, അത് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യും. അപ്പൊ ഈ ട്യൂമർ ബയോളജി പഠിക്കാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ അത് കൂടാതെ
ഈ റേഡിയോ ഫ്രീക്വൻസി കറണ്ട് കൊണ്ട് കരിച്ചു കളയുന്നത്, മൈക്രോവേവ് കറണ്ട് കൊണ്ട് കരിച്ചു കളയുന്നത്, പിന്നെ ഈ ലിവറിലേക്ക് ഈ ട്യൂമറിലേക്ക് കടന്നു പോകുന്ന ഈ രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്യുന്നത് കീമോതെറാപ്പറ്റിക് ഏജന്റ്, ടേസ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നമ്മൾ പ്രൈമറി ആയിട്ട് എല്ലാവർക്കും ഓഫർ ചെയ്യുന്നതല്ല. ഇപ്പൊ സർജറി സംഭവിക്കാൻ ഐ മീൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കേസുകൾ, അല്ലെങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പേഷ്യൻസിന് ഈ ഒരു മോഡാലിറ്റി കൊടുക്കും. അല്ലെങ്കിൽ ട്യൂമർ ബയോളജി നോക്കാനായിട്ട് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പേഷ്യൻസ് ഈ ട്രാൻസ്പ്ലാന്റ് ക്രൈറ്റീരിയ ഫിറ്റ് ആവില്ല എന്ന് പറയുമ്പോൾ ക്രൈറ്റീരിയക്ക് പുറത്തായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഡൗൺ സ്റ്റേജ് ചെയ്യാനും പറ്റും. സ്റ്റേജ് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും ഈ ബാക്കി ഞാൻ പറഞ്ഞ പോലെ ടേസ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, മൈക്രോവേവ് അബ്ലേഷൻ എന്നൊക്കെ പറയാം. കീമോതെറാപ്പിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ലിവർ ക്യാൻസറിന് അങ്ങനെ ഒരു എർലി ലിവർ ക്യാൻസറിന് ഒരു ഡെഫിനറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അഡ്വാൻസ്ഡ് ട്യൂമർസിന് നമുക്ക് വേറെ മരുന്നുകളുണ്ട്. ബട്ട് ഇത്രയും സർവൈവൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ സർവൈവൽ കൂട്ടുന്ന ഡ്രഗ്സ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അഡ്വാൻസ് ഡിസീസിന് പാലിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ഡിസീസിനെ ഡൗൺ സ്റ്റേജ് ചെയ്യാനായിട്ടുള്ള ഒരു റോളേ ഉള്ളൂ, റാദർ ദാൻ പ്രൈമറി ആയിട്ട് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഇപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് കൊണ്ടിട്ട് ഇതിനെ നമുക്ക് ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തിക്കാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ ലിവർ ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കുമ്പോൾ നമ്മൾ സിറോസിസ് ആണ് മുമ്പിൽ നിൽക്കുന്നത്. 80% പ്രൈമറി ലിവർ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലർ കാർസിനോമ. നമുക്ക് സിറോസിസ് ആയിരിക്കും ആദ്യം സ്റ്റേജ്, അതിൽ നിന്നായിരിക്കും നമുക്ക് ലിവർ സിറോസിസ് ആവണമെന്നില്ല. ചിലവർക്ക് സിറോസിസ് ആവുന്ന സ്റ്റേജിനെക്കാളും മുമ്പേ തന്നെ കണ്ടെത്താം. എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി വൈറസ്, ഇവർക്ക് ക്യാൻസറിന്റെ ഇൻസിഡൻസ് സിറോസിസ് ഉണ്ടാവുന്നതിനേക്കാളും മുമ്പേ ക്യാൻസർ വരാം. അപ്പൊ ഈ ഉള്ള കേസുകളിൽ ഇതൊക്കെ വാക്സിൻ പ്രിവെന്റബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് സി ബി വാക്സിൻ പ്രിവെന്റബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് സി നേരത്തെ കണ്ടെത്തി ഇപ്പൊ പുതിയ ജനറേഷൻ മരുന്നുകളുണ്ട്, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഇപ്പോഴത്തെ ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന ഒരു മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് ഉണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണത്. അപ്പോൾ ഇപ്പം ഈ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് സ്റ്റഡീസ് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിലും ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, അതായത് ലിവർ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഫാറ്റി ലിവർ സിറോസിസ് പോകുന്ന സ്റ്റേജ് ആ ഗ്രൂപ്പ് ഓഫ് ജനങ്ങളിലും ഈ ലിവർ ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടി വരികയാണ്. അപ്പം നമ്മളിപ്പം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദീസ് ആർ ഓൾ പ്രിവെന്റബിൾ കോസസ്. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ സ്റ്റേജിലേക്ക് എത്തിപ്പെടുകയില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് വാക്സിൻ കൊണ്ട് പരിഹരിക്കാം, അല്ലെങ്കിൽ ഒരു പരിധിവരെ വാക്സിനേഷൻസ്, ഹെൽത്തി ലൈഫ് ഇതൊക്കെ കൊണ്ട് നമുക്ക് ലിവർ ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ പറ്റും തീർച്ചയായും. ഓക്കെ സാർ, നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ആണ് നമുക്ക് പേഷ്യൻറ്റിന് വേറെ ഒരു മാർഗ്ഗവും ഇല്ല, നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ, അങ്ങനൊരു കണ്ടീഷനാണ് പേഷ്യൻറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു, സാറ് പറഞ്ഞു പിന്നെയും ഇവർക്ക് വരാനുള്ള ചാൻസസ് ആർ ദെയർ. അങ്ങനെ ആണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മോഡിഫിക്കേഷനൊക്കെ ആയിരിക്കും നമ്മൾ വരുത്തേണ്ടത് പേഷ്യൻറ്റിന്? ഇപ്പം എല്ലാ പേഷ്യൻറ്റിനും ട്രാൻസ്പ്ലാന്റ് ബെസ്റ്റ് എന്നല്ല പറയുന്നത്. ഇപ്പം സർജിക്കലി ഫീസിബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ സർജറി കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സർജറി ഫീസിബിൾ അല്ല, സിറോസിസ് ലേറ്റ് സ്റ്റേജ് ആണ്, അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ ഫിറ്റ് ചെയ്യുന്നു, അവർക്ക് നമുക്കൊരു അക്സെപ്റ്റബിൾ ലൈഫ് സ്പാൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് സെലക്ട് ചെയ്യുകയുള്ളൂ. ഈ സെലക്ട് ചെയ്യുന്ന പേഷ്യൻസിന് നമുക്കൊരു പ്രീഫിക്സ്ഡ് ക്രൈറ്റീരിയ ഉണ്ടല്ലോ. കാരണം ഈ ക്രൈറ്റീരിയ തന്നെ എഴുതിയിരിക്കുന്നത് ഇപ്പം ഇത്ര സൈസിലുള്ള ട്യൂമർസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പം ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മൾ ഈ ലിവർ ഉണ്ടല്ലോ, ഡാമേജ് ആയ ലിവർ ക്യാൻസർ, അത് ബയോപ്സിക്ക് പോകുന്നു. ആ ബയോപ്സിയിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും, ഈ ക്യാൻസർ എത്ര വലുതായിരുന്നു, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ കൂടുതൽ ചാൻസ് ഉള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ, അതനുസരിച്ചിട്ട് നമുക്ക് പോസ്റ്റ് ട്രീറ്റ്മെന്റ്
പ്രോഗ്നോസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു പ്രൊഫലാക്റ്റിക് ആയിട്ട് എന്ന് പറയുമ്പോൾ ഡിസീസ് വരുന്നതിന് മുമ്പ് കൊടുക്കുന്ന മരുന്നുകളായിട്ടൊന്നും ഇല്ല. പേഷ്യൻ്റ് സെലക്ഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതുകൂടാതെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ലിവറിനും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്തത് കൊണ്ട് ലിവർ ക്യാൻസർ മാറി അല്ലെങ്കിൽ സിറോസിസ് മാറി പിന്നെയും അമിതവണ്ണം അല്ലെങ്കിൽ വേറെ അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് വന്നു, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. യു ഷുഡ് പ്രൊട്ടക്ട് യുവർ ന്യൂ ലിവർ ഓൾസോ. ഓക്കെ, നമ്മളൊരു ഹെൽത്തി ലൈഫ് എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അതെ സർ, നമുക്ക് ലിവറിൽ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ക്യാൻസർ അല്ലാത്ത ബിനൈൻ ആയിട്ടുള്ള ട്യൂമേഴ്സ്, സിസ്റ്റുകൾ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ലിവറിൽ അത് മോഡിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ ക്യാൻസർ അല്ലാതെ കോമൺ ആയിട്ട് ഇപ്പോൾ ലിവറിൽ കുറേ പാത്തോളജി സംഭവിക്കാം. ഇപ്പോൾ ക്യാൻസർ അല്ലാതെ തന്നെ ഇപ്പോൾ ലിവറിൽ സിസ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് സിസ്റ്റ്. അതുകൂടാതെ ഹെമാൻജിയോമ എന്ന് പറയും. ഹെമാൻജിയോമ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെപ്പറ്റോസെല്ലുലാർ അഡിനോമ എന്ന് പറയും, അഡിനോമ. പിന്നെ ഫോക്കൽ നോഡുലാർ ഹൈപ്പർപ്ലേസിയ എന്നിവ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വരാം. അപ്പൊ ഇതൊന്നും ക്യാൻസറസ് അല്ല. ബട്ട് സം എൻറ്റിറ്റീസ്, ഇപ്പൊ ഈ അഡിനോമ എന്നൊക്കെ പറയുന്നത് പ്രീ ക്യാൻസറസ് ആണ്. അത് ക്യാൻസറിലേക്ക് എത്തിച്ചേരാം, ഒന്ന് പ്രോഗ്രസ് ചെയ്യാം, അതറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ സ്കാനിൽ എന്താണ് കണ്ടു, ഇപ്പം ഇൻസിഡന്റലായിട്ട് പേഷ്യൻസ് വരാറുണ്ട്, നമുക്ക് ഹെമാൻജിയോമയുണ്ട്, അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡയഗ്നോസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പം ഹെമാൻജിയോമ ആണെങ്കിൽ അതിന് മുമ്പോട്ട് വളരെ റെയർ ഇൻഡിക്കേഷൻസേ ഉള്ളൂ, ഓപ്പറേഷൻ ചെയ്യാനോ എടുത്തു മാറ്റാനോ. അതിന് ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വലിയ സൈസ് ഹെമാൻജിയോമ ആണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക. വളരെ റെയർ ആയിട്ട് അതിന് സർജറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറാപ്പിയുടെ ആവശ്യം വരാറുള്ളൂ. അതെ അതെ. പിന്നെ ഈ ഹെപ്പറ്റോസെല്ലുലാർ അഡിനോമ, ഫോക്കൽ നോഡുലാർ ഹൈപ്പർപ്ലേസിയ, അതിപ്പോ ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, ഹോർമോണൽ പിൽസ് അങ്ങനെ കഴിക്കുന്നവരിൽ ഇൻസിഡൻസ് കൂടുതലാണ്. അപ്പൊ അത് സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഇപ്പൊ അഡിനോമ മെയിൽ ജെൻഡറിലൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഇൻഡിക്കേഷൻസ് ആണ് സർജറിയിൽ. കാരണം അവരിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പ്രോഗ്രഷന് ചാൻസുകൾ ഉള്ളത്. അപ്പം ഈ പേഷ്യന്റ് പോപ്പുലേഷൻ എന്താണ് അതിനെ കണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ടൈലർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പൊ ലിവറിൽ ഇപ്പൊ ക്യാൻസർ മാത്രമല്ല, ഈ കണ്ടീഷൻസ് എല്ലാം കണ്ടുവരാം. അങ്ങനെ ഇപ്പൊ സംസാരിച്ച് വരുമ്പോൾ ലിവറിൽ ലാർജസ്റ്റ് ഓർഗൻ ആണ്. ഇപ്പൊ ലിവറിൽ പ്രൈമറി ക്യാൻസറിനെക്കാളും കൂടുതൽ വേറെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ എല്ലാം സ്പ്രെഡ് ചെയ്ത് ലിവറിൽ വരുന്നതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ പ്രൈമറി ലിവർ ക്യാൻസറിനെക്കാളും കൂടുതൽ കാണാറ്. സർ, ലിവർ ക്യാൻസർ ഉള്ള പേഷ്യന്റിന് ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ സർ? റേഡിയേഷൻ തെറാപ്പി നമുക്കിപ്പോൾ ലിവർ ക്യാൻസർ പേഷ്യൻസിൽ സെലക്റ്റഡ് ഗ്രൂപ്പിൽ ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ട് രീതിയിലാണ് കോമൺലി നമ്മൾ റേഡിയേഷൻ കൊടുക്കാറ്. ഒന്ന് പുറത്തുനിന്ന് കൊടുക്കുന്ന റേഡിയേഷനാണ്, SBRT എന്ന് പറയും. അപ്പം അത് ഫോക്കസ് ചെയ്ത് ഏത് സോണിലാണ് അവിടെ നമുക്ക് റേഡിയേഷൻ കൊടുത്ത് ട്യൂമറിനെ ചുരുക്കാൻ പറ്റും. അതൊന്ന്. രണ്ടാമത് ടേർ എന്ന് പറയും, ട്രാൻസ് ആർട്ടീരിയൽ റേഡിയോ എംബോളൈസേഷൻ എന്ന് പറയുമ്പോൾ ലിവർ ക്യാൻസറിൻ്റെ അകത്തേക്ക് കിടക്കുന്ന രക്തക്കൊഴലുകൾ അകത്ത് കൂടെ തന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കടത്തി അതിനെ ചുരുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി ഈ രണ്ട് മൊഡാലിറ്റീസും ഇപ്പം സർജിക്കൽ ട്രീറ്റ്മെൻറ്റിന് മുമ്പേ പേഷ്യൻറ്റിനെ ഡൗൺ സ്റ്റേജ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിന് മുമ്പേ ഡൗൺ സ്റ്റേജ് ചെയ്യാനോ ആയിട്ടും ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിച്ച് ട്യൂമർ സൈസ് ചുരുക്കിയിട്ട് നമ്മൾ സർജറി ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. സർ, നമ്മൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരാൻ ചാൻസസ് കൂടുതലാണോ സർ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ്റെ അകത്ത് ആൽക്കഹോൾ ആണ് വൺ ഓഫ് ദി ലീഡിങ് കോസ് ഫോർ സിറോസിസ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഹയർ ചാൻസ് ഉണ്ട് ലിവർ ക്യാൻസർ വരാനായിട്ടും. അതുകൊണ്ട് അതൊരു എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലിവർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസ് ഒരുപാട് പേരുണ്ടാവും, മാനസിക ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താണ് സാറിന് അവർക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ ലിവർ ക്യാൻസർ വളരെ ഒരു ഡേഞ്ചർ ക്യാൻസർ ആണ് പറഞ്ഞു വരുമ്പോൾ, കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ നമ്മുടെ ഒരു അഡ്വാൻസ്മെന്റ് കാരണം പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ലിവർ ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരാൾ എൻ്റെ
ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ടേ. ഇപ്പൊ ആധുനികമായി ഇത്ര ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, നമ്മളിപ്പോ സംസാരിച്ചല്ലോ. സർജറി ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് ഓഫർ ചെയ്യാൻ പറ്റും, ബാക്കി റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, ഇന്റർവെൻഷൻ റേഡിയോളജി ഉപയോഗിച്ച് നമുക്ക് കരിച്ചു കളയാൻ പറ്റുന്ന ഒത്തിരി മോഡാലിറ്റീസ് ഉണ്ട്. അപ്പം ഈ ആധുനിക ഈ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസിനെ കൊണ്ട് നമുക്കൊരു നല്ലൊരു ഡീസന്റ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻ എ സെലക്ടഡ് ഗ്രൂപ്പ് ദേ ക്യാൻ ഈവൻ കം ബാക്ക് ടു നോർമൽസി. അപ്പം അതുകൊണ്ട് പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് പാരഡൈം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് ആസ് ഫാർ ആസ് ലിവർ ക്യാൻസർ ഇസ് കൺസേൺഡ്. ആൻഡ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം തന്നെ ഈ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ദാറ്റ് ഈവൻ മോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട്കം. ഓക്കെ സർ, നമ്മൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരാൻ ചാൻസസ് കൂടുതലാണോ സർ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ്റെ അകത്ത് ആൽക്കഹോൾ ആണ് വൺ ഓഫ് ദി ലീഡിങ് കോസ് ഫോർ സിറോസിസ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഹയർ ചാൻസ് ഉണ്ട് ലിവർ ക്യാൻസർ വരാനായിട്ടും. അതുകൊണ്ട് അതൊരു എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.